വളർത്തുമൃഗങ്ങളെ സിനിമാ രംഗത്തെ പല സെലിബ്രിറ്റികളും സ്വന്തം കുടുംബത്തിലെ അംഗത്തെ പോലെ പരിപാലിക്കുന്ന വീഡിയോകൾ നാം കാണാറുണ്ട്. തിരക്കിട്ട ജീവിതത്തിൽ വളർത്തുമൃഗങ്ങളെ പരിചരിക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കുമെന്നാണ് പഠനങ്ങൾ പോലും പറയുന്നത്. നായ്ക്കളെ വളർത്തുന്നത് ഒരു ഫാഷൻ സ്റ്റേറ്റ്മെന്റായും സെലിബ്രിറ്റികൾ എടുക്കാറുണ്ട്. ഇത്തരത്തിൽ നായ്ക്കളോടുള്ള സ്നേഹത്തിന് പേരുകേട്ട ഒരു സൂപ്പർ താരമാണ് മിഥുൻ ചക്രവർത്തി എന്ന മിഥുൻ ദാ. 1980-കൾ മുതൽ ബംഗാളി സിനിമയിലും ബോളിവുഡിലും തന്റെ സാന്നിധ്യം അറിയിച്ച ഈ വെറ്ററൻ നടൻ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ സജീവ സാന്നിധ്യമാണ്. തന്റെ നായ്ക്കൾക്ക് വേണ്ടി 45 കോടി രൂപ മൂല്യമുള്ള സ്വത്തുകൾ ഇദ്ദേഹം എഴുതിവെച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നായകൾക്കായി ഒരു മിനി ഫാം ഹൗസ് തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. മിഥുൻ ചക്രവർത്തി സൂപ്പർ സ്റ്റാർ എന്ന പേരിൽ പ്രശസ്തനാണെങ്കിലും നായ്ക്കളോടുള്ള അദ്ദേഹത്തിന്റെ ആക്രമണ സ്നേഹത്തിന്റെ വ്യാപ്തി അധികം ആർക്കും അറിയില്ല. മുംബൈയിലും ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലുമുള്ള തന്റെ വിവിധ വാസസ്ഥലങ്ങളിലാണ് മിഥുൻ ചക്രവർത്തി നായകളെ വളർത്തുന്നത്. മാത് ഐലൻഡിൽ മിഥുൻ ചക്രവർത്തിയുടെ 1.5 ഏക്കർ സ്ഥലത്ത് 76 നായ്ക്കൾ ഉണ്ടെന്നാണ് സമീപകാല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം നായ്ക്കൾക്കായി മാത്രം മിഥുൻ ചക്രവർത്തി മാറ്റിവെച്ച സ്വത്തിന്റെ മൂല്യം ഏകദേശം 45 കോടിയോളം രൂപ വരും. ഇതിൽ അദ്ദേഹത്തിന്റെ സ്വകാര്യ വസതിയും ഉൾപ്പെടുന്നു. ഈ വീടിന്റെ ഭൂരിഭാഗവും നായ്ക്കൾക്കായാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഈ നായകൾക്കായി സ്പെഷ്യൽ ടണലുകൾ, കളിക്കളങ്ങൾ, മുറികൾ എന്നിവ പോലും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. മിഥുൻ ചക്രവർത്തിയുടെ മകന്റെ ഭാര്യയും നടിയുമായ മദൽസ ശർമ്മയുടെ ഒരു അഭിമുഖത്തിൽ മിഥുൻ തന്റെ നായ്ക്കളെ മക്കളെ പോലെയാണ് സ്നേഹിക്കുന്നതെന്നാണ് പറയുന്നത്. പെറ്റുകൾക്കായി സ്പെഷ്യൽ മുറികളുണ്ട്. അവരുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനുമായി പ്രത്യേക സ്റ്റാഫിനെയും അദ്ദേഹം നിയമിച്ചിട്ടുണ്ട്. നായ്ക്കളെ ശ്രദ്ധാപൂർവം പരിപാലിക്കുക, സമയം തെറ്റാതെ ഭക്ഷണം നൽകുക, അതീവ സ്നേഹത്തോടെ പെരുമാറുക എന്നിവയെക്കുറിച്ച് മിഥുൻ എപ്പോഴും അവരോട് പറയുമെന്നും മദൽസ ശർമ്മ പറയുന്നു. മിഥുൻ ചക്രവർത്തി നായ്ക്കൾക്കും സിനിമയിലും മാത്രമല്ല ജീവിതത്തിലും സ്റ്റാർ ആയിരുന്നു. കോളേജ് പഠനത്തിന് പിന്നാലെ നക്സലൈറ്റായി വീട് വിട്ടു. രക്തദൂഷിതമായ വിപ്ലവ പോരാട്ടവും കാത്തുള്ള ദിനങ്ങളായിരുന്നു പിന്നീട്. എന്നാൽ സഹോദരന്റെ അതിദാരുണമായ മരണം അദ്ദേഹത്തെ വീട്ടിലേക്ക് തിരികെ എത്തിച്ചു. ആ തിരിച്ചുവരവാണ് ഇന്ത്യൻ സിനിമയ്ക്ക് മിഥുൻ ചക്രവർത്തി എന്ന അത്ഭുതത്തെ സമ്മാനിക്കുന്നത്. അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രമായും തട്ടുപൊളിപ്പൻ ബോളിവുഡ് ഹീറോയായും ഒരുപോലെ പ്രേക്ഷകരെ ഇദ്ദേഹം അമ്പരിപ്പിച്ചു. 1976-ൽ റിലീസ് ചെയ്ത മൃഗയ എന്ന ചിത്രത്തിലൂടെയാണ് മിഥുൻ ചക്രവർത്തി സിനിമയിലേക്ക് ചുവടുവെക്കുന്നത്. മൃണാൽ സെൻ സംവിധാനം ചെയ്ത തന്റെ ആദ്യ ചിത്രത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മിഥുൻ ചക്രവർത്തി നേടി. എന്നാൽ ആട്ടുപടങ്ങളിൽ മാത്രമായി ഒതുങ്ങാൻ മിഥുന് താല്പര്യമുണ്ടായില്ല. മുഖ്യധാരാ സിനിമയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അദ്ദേഹം ബോളിവുഡിൽ നിരവധി സൂപ്പർ ഹിറ്റുകളാണ് സമ്മാനിച്ചത്.